നമസ്കാരം. സ്ത്രീ സുരക്ഷയെക്കുറിച്ചും സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ചും ഒരുപാട് ചർച്ചകൾ നടത്തുന്ന ഇടതുപക്ഷം പ്രിയദർശിനി സൗജന്യ യാത്രയ്ക്ക് എതിരാണോ? എന്തുകൊണ്ടാണ് ഉദ്ഘാടനം ബഹിഷ്കരിച്ചത്? വി.ഡി. സതീശൻ സർക്കാർ LDF ജനക്ഷേമ പദ്ധതികൾ നിർത്തലാക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ജനം അറിയാതെ പോകുന്ന ചില വാർത്തകൾ പറയാതിരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ആദ്യം തന്നെ ഈ പ്രിയദർശിനി സൗജന്യ യാത്രയ്ക്ക് എതിരാണോ LDF എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അല്ല എന്ന് അവരുടെ പ്രതികരണങ്ങളിൽ നിന്ന് ഇതിനോടകം തന്നെ തെളിഞ്ഞു കഴിഞ്ഞു. എന്നാൽ ഈ പ്രിയദർശിനി സൗജന്യ യാത്രക്കെതിരാണ് LDF എന്ന് വരുത്തി തീർക്കുന്നത് ആരാണ്? ഇവിടുത്തെ വലതുപക്ഷ മാധ്യമങ്ങൾ, സൈബർ ഇടങ്ങളിലെ കോൺഗ്രസ് വെട്ടിക്കിളികൾ, ഇവരാണ്. അന്തം അടിമ കൊങ്ങികളാണ് ഇത്തരത്തിലുള്ള ചില വ്യാജ പ്രചരണങ്ങൾ നടത്തുന്നത് എന്നുള്ളതാണ്. ഇവിടെ പ്രിയദർശിനി സൗജന്യ യാത്ര നല്ലതാണ്, നല്ലൊരു കാര്യം തന്നെയാണ് എന്ന് തന്നെയാണ് LDF ഓരോ മാധ്യമങ്ങളോടും പ്രതികരിച്ചുകൊണ്ടിരിക്കുന്ന പ്രതികരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരിടങ്ങളിൽ പോലും സൗജന്യ യാത്ര നൽകുമ്പോഴും ഒരു KSRTC ബസ്സും, ഒരു ഓർഡിനറി KSRTC ബസ് പോലും LDFന്റെ പ്രവർത്തകരോ നേതാക്കളോ തടഞ്ഞ് നമ്മൾ കണ്ടു കാണില്ല, കേട്ട് കാണില്ല. ഒരാൾ പോലും ആ ബസ്സിൽ കയറരുതെന്നോ, ഒരാൾ പോലും ഇതിനെ പിന്തുണയ്ക്കരുതെന്നോ എവിടെയും CPMന്റെ ഒരു നേതാവോ LDFന്റെ ഘടകകക്ഷികളായിട്ടുള്ള ഏതെങ്കിലും പാർട്ടികളുടെ ഏതെങ്കിലും നേതാവ് നിങ്ങൾ പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ഇല്ല എന്നുള്ളതാണ്. മറിച്ച് എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഓർഡിനറി ബസ്സിൽ മാത്രമല്ല, എല്ലാ ബസ്സുകളിലും സ്ത്രീകൾക്ക് സൗജന്യമായിട്ട് യാത്ര അനുവദിക്കണമെന്നാണ് LDF പറഞ്ഞത്, അല്ലെ? അങ്ങനെ പറയാനിടയായ സാഹചര്യം എന്താണ്? UDF തങ്ങളുടെ പ്രകടന പത്രികയിൽ എഴുതി ചേർത്തത്, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ കേരളത്തിലെ എല്ലാ സ്ത്രീകൾക്കും എല്ലാ KSRTC ബസ്സിലും സൗജന്യ യാത്ര എന്നുള്ളതായിരുന്നു. അത് കണ്ടാണ് സ്ത്രീകൾ മുഴുവൻ UDFനെ വോട്ട് ചെയ്തത്. അപ്പോൾ ഇന്ദിരാ ഗ്യാരണ്ടിയിലെ ആ ഗ്യാരണ്ടി, ഈ KSRTCയിലെ സൗജന്യ യാത്ര എന്നുള്ള ഗ്യാരണ്ടി നടപ്പിലാക്കുമ്പോൾ വനിതകൾക്ക് എല്ലാ KSRTC ബസ്സിലും സൗജന്യ യാത്ര നടപ്പിലാക്കണം എന്ന് തന്നെയാണ് LDF പറയുന്നത്. അതായത് ഇതിലൊരു എതിർപ്പ് ആയിട്ട് അവർ പറയുന്നത് എല്ലാ ബസ്സിലും സൗജന്യ യാത്ര നൽകണം എന്നുള്ളത് മാത്രമല്ല ഈ പരിപാടി ബഹിഷ്കരിച്ചു എന്നുള്ള കാര്യം പലരും പറയുന്നുണ്ട്. ഇത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഓർഡിനറി ബസ്സിൽ മാത്രമായിട്ട് യാത്ര അനുവദിക്കുകയാണ്. നമ്മൾ പല വാർത്തകളിലും കാണുന്നു. അതായത് ഓർഡിനറി ബസ്സുകളൊക്കെ സിറ്റി ഫാസ്റ്റ് ആക്കിയൊക്കെ മാറ്റുന്ന കാഴ്ചയൊക്കെ നമ്മൾ കാണുകയാണ്. അപ്പൊ ഇത് നടപ്പിലാക്കി എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയാണ് സർക്കാർ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു ഘട്ടത്തിൽ ആ ഒരു തട്ടിപ്പിന് പ്രതിപക്ഷം കൂടെ നിൽക്കേണ്ടതുണ്ടോ? നാളെ ഇത് ഇവർ പെട്ടെന്ന് നിർത്തുകയാണെങ്കിൽ, നാളെ ഇവർ അങ്ങ് പെട്ടെന്ന് അവസാനിപ്പിക്കുകയാണെങ്കിൽ ആ പ്രതിസ്ഥാനത്ത് സർക്കാർ മാത്രമാകുമോ? പ്രതിപക്ഷം കൂടി ഉണ്ടാകും. അപ്പൊ പ്രതിപക്ഷം മാതൃകാപരമായിട്ടുള്ള ഒരു ഇടപെടലാണ് സ്ത്രീകൾക്ക് വേണ്ടി നടത്തിയിട്ടുള്ളത്. അതായത് എല്ലാ സ്ത്രീകൾക്കും സൗജന്യം എല്ലാ ബസ്സിലും അനുവദിക്കണം എന്നുള്ള കാര്യമാണ് പ്രതിപക്ഷം പറഞ്ഞിട്ടുള്ളത്. അത് ഏറെ സ്വാഗതാർഹമാണ്, മാതൃകാപരമാണ്. ജനകീയ പദ്ധതികളൊക്കെ എല്ലാ കാലത്തും നമുക്കറിയാമല്ലോ ഇവിടെ കൊണ്ടുവന്ന് നടപ്പിലാക്കി ജനങ്ങൾക്ക് വലിയ രീതിയിലുള്ള വലിയ ഗുണപരമായിട്ടുള്ള പദ്ധതികളൊക്കെ ജനങ്ങൾക്ക് വേണ്ടി നടപ്പിലാക്കിയിട്ടുള്ള ഒരു സർക്കാരായിരുന്നു LDFന്റെ സർക്കാർ. വീടില്ലാത്തവർക്ക് വീട് വെച്ചു കൊടുത്ത ഒരു സർക്കാരാണ്, സ്ഥലമില്ലാത്തവർക്ക് സ്ഥലം കൊടുത്ത സർക്കാരാണ്, പട്ടയമില്ലാത്തവർക്ക് പട്ടയം നൽകിയ സർക്കാരാണ്. ഈ നാടിന്റെ മുഖം തന്നെ മാറ്റിയ ഒരു സർക്കാരായിരുന്നു LDF സർക്കാർ. അങ്ങനത്തെ ഒരു സർക്കാർ ഇത്തരത്തിൽ വനിതകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുന്നതിനെ ഏതെങ്കിലും രീതിയിൽ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ബഹിഷ്കരിക്കുമോ? ഒരിക്കലും ഇല്ല എന്നുള്ളതാണ് ഞാൻ പറയുക. ഞാൻ എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള കാര്യം പറയാമല്ലോ, എല്ലാ ബസ്സിലും ഇതുപോലെ തന്നെ സൗജന്യ യാത്ര അനുവദിക്കണം എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. എന്തായാലും സർക്കാർ ചെയ്തിട്ടുള്ളത് വളരെ മികച്ചൊരു കാര്യം തന്നെയാണ്. ഓർഡിനറി ബസ്സിലാണെങ്കിൽ പോലും അത് സ്ത്രീകൾക്ക്, കുറച്ച് സ്ത്രീകൾക്ക് ആണെങ്കിൽ പോലും അത് വലിയ ഗുണം ചെയ്യും എന്നുള്ളതാണ്. ഈ പദ്ധതി ഏറ്റവും കൂടുതൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ഇടങ്ങളിലും മാതൃകയാക്കണം എന്നുള്ള കാര്യം കൂടിയാണ് എനിക്ക് പറയാനുള്ളത്. മാത്രമല്ല ഈ സൗജന്യം അത് ആദ്യം തന്നെ നൽകേണ്ടിയിരുന്നത് നമ്മുടെ കേരളത്തിലായിരുന്നു. മറ്റുള്ള സംസ്ഥാനങ്ങളൊക്കെ നടപ്പിലാക്കുന്നതിന് മുമ്പ് നമ്മളത് ഇവിടെ ചെയ്യണമായിരുന്നു എന്നുള്ളൊരു അഭിപ്രായക്കാരാണ് ഞാൻ. ആം ആദ്മി പാർട്ടി നടത്തുമ്പോഴും മറ്റുള്ള ആളുകൾ ഇങ്ങനെ നടത്തുമ്പോഴും ഒക്കെ നമ്മുടെ കേരളത്തിൽ എന്തുകൊണ്ട് ഇത് നടപ്പിലാക്കുന്നില്ല എന്നൊക്കെ പലപ്പോഴും ചിന്തിച്ചിരുന്നു. പക്ഷെ അതിവിടെ നടപ്പിലാക്കിയിരിക്കുന്നു. പക്ഷേ ഈ UDF ഇതിവിടെ നടപ്പിലാക്കുമ്പോഴും ഇത് നിർത്തലാക്കുമോ എന്നുള്ള ഭയം പൊതുവെ ഉണ്ട്. ഒരുപക്ഷെ അതുകൊണ്ടാകാം LDF ഈ സംഭവത്തിൽ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാതിരിക്കുക, അല്ലെങ്കിൽ പങ്കെടുക്കാതിരുന്നിട്ടുള്ളത്. കാരണം എല്ലാം ആരംഭിക്കുകയും പിന്നീട് നിർത്തലാക്കുകയും ചെയ്യുന്ന ഒരു പ്രവണതയാണ് UDFിൽ നിന്ന് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളത്. അത് ഇവിടെയും നടക്കുമോ എന്നുള്ളൊരു ഭയം സ്വാഭാവികമായും LDFിനുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് ഇത് കൂടുതൽ ഊർജ്ജസ്വലമായി രംഗത്തേക്ക് പോകേണ്ടതുണ്ട്. കൂടുതൽ ബസ്സുകളിൽ ഇത്തരത്തിലുള്ള സൗജന്യ യാത്രകൾ വരട്ടെ. ഒപ്പം കഴിഞ്ഞ സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ള ജനക്ഷേമ പദ്ധതികളും ഇവിടെ നടപ്പിലാക്കേണ്ടതുണ്ട്. അത് തുടരുക തന്നെ വേണം. കഴിഞ്ഞ സർക്കാർ തുടങ്ങിയതൊന്നും ഈ സർക്കാർ നിർത്തുന്നതല്ലല്ലോ സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ, അല്ലെങ്കിൽ അങ്ങനെ നിർത്തേണ്ടതല്ലല്ലോ പിന്നീട് വരുന്ന സർക്കാർ. ഓരോ സർക്കാരിന്റെയും തുടർച്ചയല്ലേ മറ്റൊരു സർക്കാർ എന്നൊക്കെ വി.ഡി. സതീശൻ തുടക്കത്തിൽ പറഞ്ഞത് ഇപ്പോൾ ഓർമ്മയിലേക്ക് വരികയാണ്. പക്ഷെ പറയുന്നത് പോലെയല്ല ഇപ്പോൾ പ്രവർത്തിച്ച് കാണുന്നത് എന്നുള്ളതാണ്. ഒരു ജനക്ഷേമ പദ്ധതിയും മുടക്കരുത്. അത് ജനങ്ങൾക്ക് വലിയ രീതിയിൽ തന്നെ അപകടം ഉണ്ടാകും. നോക്കൂ,
ക്ഷേമ പെൻഷൻ പോലും ഇപ്പോൾ വളരെ വൈകിയാണ് ജനങ്ങളുടെ കയ്യിലേക്ക് എത്തുന്നത്. മാത്രമല്ല ലൈഫ് അടക്കമുള്ള പദ്ധതികൾ നിർത്തലാക്കിയിരിക്കുന്നു. അങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ ജനങ്ങളെ സംബന്ധിച്ച് വലിയ രീതിയിൽ തന്നെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്ന ഒന്ന് തന്നെയാണെന്നുള്ള കാര്യം സർക്കാർ മനസ്സിലാക്കേണ്ടതുണ്ട്. ജനങ്ങൾക്ക് ഏറെ ഉപകാരപ്രദമാകുന്ന പലതും നിർത്തലാക്കിക്കൊണ്ട് ചിലതൊക്കെ ആരംഭിക്കുന്നത് ഒരിക്കലും നല്ലൊരു കാര്യമല്ല എന്ന് പറഞ്ഞു വെക്കുകയാണ്. എന്തായാലും ചില കാര്യങ്ങൾ കൂടി ഇവിടെ നമ്മൾ വ്യക്തമായി തന്നെ പറയേണ്ടതുണ്ട്. സ്ത്രീ സുരക്ഷാ പദ്ധതിയും കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പിനും എന്തായാലും ഒരു കടുംവെട്ട് UDF വെച്ചിരിക്കുന്നു എന്നുള്ള കാര്യം കൂടി മാധ്യമങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല, എന്നാലും നിങ്ങൾ അറിയേണ്ടതുണ്ട്. LDF സർക്കാർ കൊണ്ടുവന്ന പദ്ധതികളാണ് സ്ത്രീ സുരക്ഷാ പദ്ധതിയും കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പും. 35നും 60നും മധ്യേ പ്രായമുള്ള 16.40 ലക്ഷം സ്ത്രീകൾക്ക് 1000 രൂപ വീതം നൽകിക്കൊണ്ടാണ് ഇതിന് തുടക്കം കുറിച്ചത്. 2025 ഒക്ടോബർ 29 അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ പദ്ധതി പ്രഖ്യാപിച്ചപ്പോൾ പദ്ധതിയെ പരിഹസിക്കുകയും എതിർക്കുകയും ഒക്കെ ചെയ്തവരാണ് UDFകാർ. ഇന്ന് അധികാരത്തിലിരിക്കുന്ന VD സതീശൻ അടക്കം 2026 ഫെബ്രുവരി 11 ഉദ്ഘാടനം ചെയ്യുകയും ഒറ്റ ക്ലിക്കിൽ 105 കോടി രൂപ അർഹതപ്പെട്ട സ്ത്രീകളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിക്കുകയും ഒക്കെ ചെയ്ത കാഴ്ച നമ്മുടെ മുമ്പിലുണ്ട്. ഇലക്ഷന് മുമ്പ് മാർച്ചിലും സ്ത്രീകൾക്ക് പണം നൽകി. മാർച്ച് ആവുമ്പോഴേക്കും അപേക്ഷകർ 18 ലക്ഷമായി വർദ്ധിക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു. അതിൽ അർഹതപ്പെട്ട 16.40 ലക്ഷം പേർക്കാണ് പണം ലഭിച്ചത്. തുടർന്ന് പദ്ധതി ഏപ്രിൽ മെയ് മാസങ്ങളിൽ നടപ്പാക്കേണ്ടത് UDF സർക്കാരാണ്. കാരണം UDF ആണ് ഇപ്പോൾ അധികാരത്തിലുള്ളത്. പക്ഷേ അതിവിടെ ഉണ്ടായിട്ടില്ല. സാമൂഹ്യ സുരക്ഷാ പെൻഷന്റെ ഭാവിയെക്കുറിച്ചും വലിയ ആശങ്ക നിലനിൽക്കുകയാണ്. UDF ഭരിച്ചിരുന്ന 2001, 2006 കാലഘട്ടത്തിലും 2011-16 കാലഘട്ടത്തിലുമൊക്കെ ആകെ 50 മാസത്തെ പെൻഷൻ കുടിശ്ശികയാണ് ഉണ്ടായിരുന്നത്. സ്ത്രീ സുരക്ഷാ പദ്ധതിക്ക് ബഡ്ജറ്റിൽ 3720 കോടി രൂപ LDF സർക്കാർ വകയിരുത്തിയതാണ്. സ്ത്രീകൾക്ക് KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര അനുവദിക്കുന്നത് കൊണ്ട് UDF ഈ പദ്ധതി ഉപേക്ഷിക്കുകയാണോ എന്നുള്ള ചോദ്യവും ഇതിനോടകം തന്നെ ഉയർന്നു വന്നിട്ടുണ്ട്. കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ്, തൊഴിലിനായി വിവിധ പരിശീലന പരിപാടികളിൽ പങ്കെടുക്കുന്ന യുവജനങ്ങൾക്ക് വേണ്ടി LDF സർക്കാർ കൊണ്ടുവന്നതായിരുന്നു എന്നുള്ളതാണ്. ഏറെ ആശ്വാസകരമായിരുന്നു ഈ പദ്ധതി എന്നുള്ളതാണ്. 2026 ഫെബ്രുവരിയിലും മാർച്ചിലും 75,376 പേർക്ക് പണവും നൽകിയിട്ടുണ്ട്. UDF സർക്കാർ തുടർന്നുള്ള 2 മാസങ്ങളിലും പണം നിഷേധിക്കുന്ന കാഴ്ചയാണ് ഉണ്ടായിട്ടുള്ളത്. ബഡ്ജറ്റിൽ 400 കോടി രൂപ ഈ പദ്ധതിക്കായി മുൻ സർക്കാർ മാറ്റിവെച്ചിരുന്നു. എന്നിട്ടാണ് തൊഴിൽ രഹിതരെ വഞ്ചിക്കുന്ന ഈ നടപടി സ്വീകരിച്ചത്. ഗവർണറുടെ പ്രഖ്യാപന പ്രസംഗത്തിലൊന്നും ഈ 2 പദ്ധതികളെ കുറിച്ചൊന്നും നമ്മൾ ഒന്നും പറഞ്ഞു കേട്ടില്ല. എന്തിന് മറ്റുള്ള ജനക്ഷേമ പദ്ധതികളെ പറ്റി പോലും പറഞ്ഞു കേട്ടില്ല. ജൂൺ 19 അവതരിപ്പിക്കുന്ന UDF സർക്കാരിന്റെ ബഡ്ജറ്റിലെങ്കിലും എന്തായാലും കുടിശ്ശിക അടക്കം സർക്കാർ കൊടുത്തു തീർക്കുമെന്നുള്ള നടപടി സ്വീകരിക്കണമെന്നുള്ള കാര്യം കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അതോ പദ്ധതികൾക്ക് കടുംവെട്ടായിരിക്കുമോ ഈ ബഡ്ജറ്റിൽ കാണാൻ സാധിക്കുക എന്നുള്ള കാര്യമൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. ഉത്തരം പറയേണ്ടത് VD സതീശൻ തന്നെയാണ്. ഒരു വസ്തുത കൂടി പറയാതിരിക്കാൻ കഴിയില്ല കേട്ടോ. ഇതിനൊക്കെ കാരണം സംസ്ഥാനം വലിയ കടത്തിലാണ് എന്നൊക്കെ ആയിരിക്കും മിക്കവാറും പറയാൻ പോകുന്നത്. AK ആന്റണിയൊക്കെ ഇറക്കി ചിലപ്പോൾ ദാരിദ്ര്യം പറയാനുള്ള സാധ്യത ഒന്നും തള്ളിക്കളയാൻ പറ്റില്ല. സംസ്ഥാനം സാമ്പത്തികമായി പ്രശ്നത്തിലാണ് എന്നൊക്കെ പറയുന്നത് ധവളപത്രത്തിലൂടെയൊക്കെ പറയുന്നത് വെറും നുണയാണ് എന്നുള്ളതാണ് വലിയ വസ്തുത. GST 2000 കോടി അധികമായി ലഭിച്ചു എന്നുള്ള വാർത്ത പുറത്തു വരികയാണ്. അടുത്ത വർഷം അത് 10,000 കോടിയോളം രൂപ ലഭിക്കുമെന്ന് മുൻ ധനകാര്യ വകുപ്പ് മന്ത്രിയായിട്ടുള്ള KN ബാലഗോപാൽ കണക്ക് നിർത്തി ഇന്നലെ സംസാരിക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ പണമില്ല എന്ന വാദം ഉന്നയിച്ച് ജനങ്ങളെ പറ്റിക്കാൻ നോക്കണ്ട എന്നുള്ളതാണ്. ജനങ്ങൾക്ക് എന്തെങ്കിലും ഒരു വാഗ്ദാനം നൽകിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ നടപ്പിലാക്കണം. ഒപ്പം കഴിഞ്ഞ സർക്കാർ പിന്തുടർന്നു പോകുന്ന ആ ജനക്ഷേമ പദ്ധതികൾ ഒന്നും തന്നെ നിർത്തലാക്കരുത് എന്നുള്ള കാര്യം കൂടി സർക്കാരിനെ ഓർമ്മിപ്പിക്കുകയാണ്. കാരണം ഈ സർക്കാരിന്റെ കാലഘട്ടത്തിൽ ജീവിക്കാൻ വലിയ പ്രയാസമാണ്. എല്ലാത്തിനും വില കയറുന്നു, വലിയ രീതിയിലുള്ള സാമ്പത്തിക പ്രതിസന്ധി, അങ്ങനെ മൊത്തത്തിൽ ആകെ ബുദ്ധിമുട്ടാണ് കേരളത്തിലെ ജനങ്ങൾക്കുള്ളത്. അതിനിടയിൽ ജനങ്ങളെ ഒന്നുകൂടി ഇങ്ങനെ ഞെക്കി പിഴിയരുത് എന്നുള്ള കാര്യം VD സതീശൻ സർക്കാരിനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുകയാണ്.